ബേലൂർ മഖന കേരള അതിർത്തിക്ക് സമീപം വീണ്ടും എത്തി. രാത്രി കേരള അതിർത്തിയിൽ എത്തിയതായി സിഗ്നൽ ലഭിച്ചിട്ടുണ്ട്. ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിലുള്ള മയക്കുവെടി സംഘം ബാവലി കാട്ടിനുള്ളിൽ വീണ്ടും എത്തി. ഇന്നലെ കേരള അതിർത്തിയിൽ നിന്ന് 500 മീറ്റർ അകലെയായിരുന്ന ആന 1.5 കിലോമീറ്റർ അകലേക്ക് വൈകിട്ടോടെ നീങ്ങിയിരുന്നു. ഒടുവിൽ ലഭിച്ച സിഗ്നലുകൾ പ്രകാരം ദൗത്യം 225 വനപാലകരുടെ നേതൃത്വത്തിലാണ് പുനരാരംഭിച്ചിട്ടുള്ളത്. അനൂപ് ഇപ്പോൾ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. അനൂപ്, ഈ ദൗത്യ സംഘം കാത്തിരുന്നത് കർണാടക വനമേഖലയിൽ നിന്ന് കേരള വന അതിർത്തിയിലേക്ക് ബേലൂർ മഖന തിരികെ എത്തുന്ന ഒരു സമയത്തിനായിട്ടാണ്. ഇപ്പോൾ എന്താണ് സാഹചര്യം അറിയാൻ കഴിയുന്നത്? സൂചിപ്പിച്ചതുപോലെ ബേലൂർ മഖന കേരള അതിർത്തിയിലേക്ക് വീണ്ടും എത്തി എന്നുള്ള വിവരമാണ് ഒടുവിലെ സിഗ്നലുകൾ പ്രകാരം വനവകുപ്പിൽ ലഭിച്ച വിവരം. രാത്രി കേരള അതിർത്തിയിൽ എത്തിയതായാണ് സിഗ്നൽ. ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിലുള്ള മയക്കുവെടി സംഘം കഴിഞ്ഞ ദിവസം ബാവലി വനമേഖലയിൽ ഉണ്ടായിരുന്നു. എന്നാൽ ആനയുടെ സാന്നിധ്യം കേരള അതിർത്തിയിൽ നിന്ന് ഏതാണ്ട് ഒരു 2 കിലോമീറ്ററോളം അകലെയായിരുന്നു. അതേ തുടർന്ന് ഇന്നലെ ദൗത്യം താൽക്കാലികമായി അവസാനിപ്പിക്കുകയും വനവകുപ്പിന്റെ ആറാട്ടി സംഘം ഉൾപ്പെടെ തിരിച്ച് പോരുകയും ചെയ്തു. എന്നാൽ പുതുതായി ലഭിച്ച സിഗ്നലുകൾ പ്രകാരം കേരള അതിർത്തിക്ക് സമീപത്ത് ആന എത്തി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിലുള്ള വനപാലക സംഘം എത്തിയിട്ടുണ്ട്. ഈ ബേലൂർ മഖന ദൗത്യത്തിന്റെ പ്രധാന തടസ്സം ഈ വനമേഖലയിൽ നിന്ന് മയക്കുവെടി വെക്കാനുള്ള ഭൂപ്രകൃതി അതുമായി ബന്ധപ്പെട്ട വനത്തിന്റെ സവിശേഷതകളും മറ്റുമാണ്. അതുകൊണ്ട് തന്നെ ഒരു ഒഴിഞ്ഞ ഇടത്തേക്ക് ട്രാക്ക് ചെയ്ത് മയക്കുവെടി വെക്കാനായിരുന്നു ആദ്യം മുതൽ തന്നെ ദൗത്യ സംഘാംഗങ്ങൾ ശ്രമിച്ചത്. എന്നാൽ അതിനുള്ള സാഹചര്യമില്ലാത്ത നിബിഡമായ വനമേഖലയാണിത്. അത് ദൗത്യത്തിന് പ്രതിസന്ധിയാണ്. ഏതായാലും ട്രാക്കിംഗ് ടീമാണ് ഇപ്പോൾ സജീവമായി ഈ ആനയെ ഇത്തരത്തിലുള്ള സ്ഥലത്തേക്ക് എത്തിക്കുന്നതിന് ശ്രമിക്കുന്നത്. അതിന്റെ പ്രാദേശിക പരിജ്ഞാനമുള്ള ശരി അനൂപ്.